അപ്പോൾ നമുക്ക് ചെമ്മീൻ എങ്ങനെ ഉലർത്തിയെടുക്കാമെന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് വലിയ ചെമ്മീനാണ്. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഉലർത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേപ്പില ഇല്ലാത്ത പരിപാടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ അന്ന് പള്ളിപ്പെരുന്നാളിനും അങ്ങനെ ചട്ടിയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ തന്നെ മയപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോള ഇവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ക്രഷ്ഡ് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ മിക്കവാറും എന്തെങ്കിലും വരുത്തുമ്പോഴൊക്കെ ക്രഷ്ഡ് മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ്. ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയിടാം. അപ്പോൾ നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ അങ്ങനെ നമുക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. നമുക്ക് ചെമ്മീൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മൾ ചെമ്മീൻ ഉലർത്തിയത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ കാണാൻ വെക്കുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.